ഇന്ന് അവധി ദിവസമായിട്ട് ലഞ്ച് ബോക്സ് നിറയ്ക്കേണ്ട കേട്ടോ. പക്ഷെ നമുക്ക് ചോറ് വെക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ചോറും കറികളെല്ലാം പതിവ് പോലെ തന്നെ റെഡിയായി. അപ്പോൾ ഇന്ന് വെച്ചത് പാലക്കും പരിപ്പും കൂടി ഇട്ട് കറിയാണ്. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കുറേ ദിവസം കൊണ്ട് പറയുന്നു നമ്മുടെ കശുവണ്ടിയും കോവയ്ക്കയുടെയും മെഴുക്കുവരട്ടി. അതുകൊണ്ട് കോവയ്ക്ക മെഴുക്കുവരട്ടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി ഉരുളക്കിഴങ്ങ്, കോവയ്ക്ക, പിന്നെ കശുവണ്ടി നല്ലതുപോലെ കഴുകി പിളർന്നിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ കറിവേപ്പില, കടുകും കറിവേപ്പിലയും പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് മുളക് പൊടി ഇടാം, അരിഞ്ഞ് വെച്ച കഷ്ണങ്ങളൊക്കെ ഇടാം, ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ചെന്ന് വേവിക്കാം. പിന്നെ മുളക് പൊടി എണ്ണയിൽ ഇടുമ്പോഴത്തേക്ക് കരിഞ്ഞു പോകാതെ നോക്കണം. ഒന്നെങ്കിൽ അങ്ങനെ ഇടണം, അല്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് മുളക് പൊടി മുകളിലിടണം. അതിന് വേണ്ടിയാണ് രണ്ടായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ വെന്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ച് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ കുഴച്ചങ്ങോട്ട് എടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള കോവയ്ക്ക കശുവണ്ടി മെഴുക്കുവരട്ടി ഇവിടെ റെഡിയാണ്. ഇനി കുട്ടികൾക്കുള്ള ലഞ്ച് ബോക്സിലാണെങ്കിൽ കിഴങ്ങും കോവയ്ക്കയും കുറച്ചിട്ട് കശുവണ്ടി കൂടുതലിട്ടിട്ട് മെഴുക്കുവരട്ടി ചെയ്ത് കൊടുക്കും.